പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, അമ്മച്ചന്മാരെ, കുട്ടികളെ, സ്നേഹിതരെ, ഇന്ന് ഒരു വിശേഷ ദിവസമാണ്. നമ്മൾ അഭിഷേകാഗ്നി ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 1000-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വേറൊരു വാക്കി പറഞ്ഞാൽ കർത്താവ് നമ്മളെ 1000-ാമത്തെ എപ്പിസോഡ് വരെ എത്തിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ അനന്ത കോടി കൃപകളുടെ, അനന്തകോടി അനുഗ്രഹങ്ങളുടെ 1000 എപ്പിസോഡുകളാണ് കർത്താവ് നമുക്കിന്ന് വരെ നൽകിയിട്ടുള്ളത്. ഒരുപാട് കൃതജ്ഞതയോടെയാണ് ഇന്ന് എല്ലാവരും ഇന്ന് കർത്താവിന് മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഇതാ ഇവിടെ അച്ഛന്മാരെ കാണുന്നുണ്ട്. ദേ വിനോയച്ചൻ അവിടെ നിൽപ്പുണ്ട്. കുട്ടികളെ വിനോയച്ചൻ ഇവിടെയുണ്ട്. പാരൻസ് ദേ നമ്മുടെ വിനോയച്ചൻ നമ്മുടെ കർത്താവിന് വലിയൊരു അനുഗ്രഹമാണ്. അച്ഛൻ്റെ ശുശ്രൂഷ കുറച്ച് കാലം അച്ഛന് തടസ്സങ്ങളൊക്കെ പ്രത്യേകിച്ച് സമയമൊട്ടും കിട്ടാതെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, വിനോയച്ചനാണ് ഞാൻ തുടർന്ന് ശുശ്രൂഷകളൊക്കെ ഇത് കേടുകൂടാതെ കൊണ്ടു നടക്കണമെന്ന്. ദേ വിനോയച്ചൻ കൂടെയുണ്ട്. ദേ സോജി ഓലിക്കലച്ചൻ നമ്മുടെ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പുതിയ ഡയറക്ടറച്ചനാണ് സോജി ഓലിക്കലച്ചൻ. അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്റ്റോ അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. ക്രിസ്റ്റോ അച്ഛനാണ് ഇപ്പോൾ കൽക്കുരിശ് മലയിലെ ഇവിടെയുള്ള ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. കൽക്കുരിശ് മലയിലെ പ്രത്യേക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് ക്രിസ്റ്റോ അച്ഛനാണ്. സോജി അച്ഛൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറച്ചനാണ്. ഞാനും വിനോദച്ചനും ആവശ്യമുള്ള സമയത്തെല്ലാം ഓടി വന്ന് സഖിയോൻ ധ്യാന കേന്ദ്രത്തെ അതുപോലെ ശുശ്രൂഷകളെല്ലാം സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മെഴ്സിയുടെ കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ ആവശ്യമുള്ള അങ്ങനെ ശുശ്രൂഷകളിൽ കർത്താവ് നിയോഗിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ
പ്രത്യേകിച്ച് അഭിഷേകാഗ്നി ശുശ്രൂഷ, അതുപോലെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ സെഹിയോൻ മിനിസ്ട്രീസിൻ്റെ ശുശ്രൂഷകൾ, ഈ ശുശ്രൂഷകളെല്ലാം ദൈവം പ്രത്യേകം പേര് ചൊല്ലി വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്ത് അഭിവന്യ മനത്തോടത്ത് പിതാവിനെയാണ്. പിതാവിൻ്റെ നേതൃത്വത്തിലാണ് അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രവും അവിടെയുള്ള ശുശ്രൂഷകളെല്ലാം ആരംഭിച്ചത്. അതുപോലെ തന്നെ അതിനൊരു കർത്താവിനൊരു സമയം വന്നപ്പോൾ അഭിഷേകാഗ്നി ശുശ്രൂഷകൾ ആരംഭിച്ചു, കൽക്കുരിശ് മലയിലെ ശുശ്രൂഷകൾ ആരംഭിച്ചു. ഒരുപാട് ഇവാഞ്ചലൈസേഷൻ, ഒരുപാട് സ്ട്രീംസ്, ഒരുപാട് ചാലുകൾ അഭിവന്യ പിതാവിലൂടെ തുറന്നു. അതുപോലെ അഭിവന്യ പിതാവിന് ശേഷം വന്ന കൊച്ചുപുരയ്ക്കൽ പിതാവും ഈ ശുശ്രൂഷയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ കൊച്ചുപുരയ്ക്കൽ പിതാവാണ് പാലക്കാട് രൂപതയുടെ മെത്രാൻ. അപ്പോൾ കൊച്ചുപുരയ്ക്കൽ പിതാവും ഈ അഭിഷേക ശുശ്രൂഷയെ അതൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിൻ്റെ ശുശ്രൂഷകളിലൊക്കെ ഒത്തിരി സന്തോഷത്തോടെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ് ഈ അഭിഷേക ശുശ്രൂഷയും അട്ടപ്പാടിയിലെ സെഹിയോൻ മിനിസ്ട്രീസിൻ്റെ ശുശ്രൂഷകളും. ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ അഭിവന്യ പിതാവ്, നമുക്ക് പ്രിയങ്കരനായ ജേക്കബ് മനത്തോടത്തെ പിതാവ് നമ്മളുടെ കൂടെയുണ്ട്. മനത്തോടത്തെ പിതാവാണ് ഇതെല്ലാം തുടങ്ങാൻ നമ്മൾ ബ്ലെസ് ചെയ്യുന്നതും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത്, ഞങ്ങളെ അനുഗ്രഹിച്ച് അങ്ങനെ ഒരുപാട് ഒരു കാലഘട്ടം നയിച്ചു. അതുകൊണ്ട് അഭിവന്യ പിതാവ് പാലക്കാട് ഇവിടെ മെത്രാനായിരുന്ന കാലത്തൊക്കെ ശരിക്കും എന്താ പറയണത്, ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പിതാവിനെ സമീപിക്കുമ്പം അതുപോലെ സ്നേഹിച്ച് പ്രോത്സാഹിപ്പിച്ച പിതാവാണ്. അഭിഷേകത്തിന് തുടങ്ങുമ്പോൾ അനുവാദം തന്ന് ആശീർവദിച്ച് പിതാവ് പോയിക്കോ, അത് അനുഗ്രഹിക്കും, നന്നായിരിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു. അതുപോലെ തന്നെ കർത്താവ് ഒരു കൃപയാക്കി മാറ്റി. ഇന്ന് അഭിവന്യ പിതാവിൻ്റെ ആ സ്വരം കേൾക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1000 എപ്പിസോഡ് പൂർത്തിയാണ് ഇന്നാണ്, അല്ലെങ്കിൽ 1000ാമത്തെ എപ്പിസോഡിലാണ് അഭിവന്യ പിതാവുമായിട്ട് ഒന്നിച്ച് ഒരു എപ്പിസോഡ് എടുക്കാൻ ദൈവം സാഹചര്യം ഒരുക്കിയത്. ഈ അവസരത്തിൽ അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്തെ പിതാവിനെ സ്നേഹപൂർവ്വം യേശുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. അഭിവന്യ പിതാവ് അനുഗ്രഹ വചസ്സുകൾ പറഞ്ഞ് നമുക്ക് വേണ്ടി ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലെ ആദ്യ വരികളാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇന്നത്തെ ഈ വലിയ സന്തോഷത്തിൻ്റെ കാരണം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട വട്ടായച്ചൻ ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി. ഷാലോം ടെലിവിഷനിലൂടെ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 8:30 മണിക്ക് സംപ്രേഷണം ചെയ്യപ്പെടുന്ന അഭിഷേകാഗ്നി പരിപാടി ആരംഭിച്ചിട്ട് 2 പതിറ്റാണ്ട് പൂർത്തിയാവുകയാണ്. 999 എപ്പിസോഡുകൾ ഇതിനകം സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു. 1000ാമത്തെ എപ്പിസോഡ് ഇന്ന് സംപ്രേഷണം ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ വലിയ അത്ഭുതത്തെ പ്രതി നമുക്കെല്ലാവർക്കും അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ശക്തനായവൻ നമുക്ക് വലിയ കാര്യം ചെയ്തു തന്നിരിക്കുന്നു. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടക്കം കുറിച്ച ഈ അഭിഷേകാഗ്നി പരിപാടി ഇത്രയും കാലം ഒരൊറ്റ ദിവസം പോലും മുടക്കം വരാത്ത വിധത്തിൽ നടത്തുവാൻ, സംപ്രേഷണം ചെയ്യുവാൻ ദൈവം ഇടവരുത്തി. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയ ഒരത്ഭുതം, ദൈവം നമുക്ക് നൽകിയ വലിയ ഒരനുഗ്രഹമായിട്ട് ഞാനിതിനെ കാണുകയാണ്. ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ ഷാലോം TV-യാണ് സംപ്രേഷണം ചെയ്യുന്നത്. തുടക്കം മുതൽ ഷാലോം TV തന്നെയാണ് ഇത് സംപ്രേഷണം ചെയ്തിരുന്നത്. ഇപ്പോഴും ഷാലോം TV തന്നെയാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. ഇത്
യാതൊരു വിധത്തിലുമുള്ള മുടക്കവും ഇതിന് സംഭവിക്കാതെ ഇതിൻ്റെ സംപ്രേഷണം ഏറ്റവും നല്ല രീതിയിൽ നടത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഷാലോൺ ടി വിയുടെ ഷവലിയർ ബെന്നി സാറും ടീം അംഗങ്ങളും നമുക്കൊക്കെ ഏറ്റവും നല്ല സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നു. ഷാലോൺ ടി വിയിലൂടെ എന്തുമാത്രം നല്ല പരിപാടികളാണ്, വചന ശുശ്രൂഷകളാണ് ദൈവാനുഗ്രഹത്താൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ ഈ ഒരു പരിപാടിയെയും അവർ സർവാത്മന സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഈ പരിപാടിയിലൂടെ ജനകോടികളുടെ മുൻപിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. നമുക്കതേപ്രതി ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം ഷാലോം ടി വിക്ക് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ദൈവം അവരെ തുറന്നും അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിയിലൂടെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവജനത്തിന് ദൈവം നൽകിയത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. കുടുംബങ്ങൾ, അനേകം കുടുംബങ്ങൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഓരോ ഞായറാഴ്ചയും കാത്തിരിക്കുകയാണ്. ആ പരിപാടിയിൽ കുടുംബസമേതം പങ്കെടുക്കുകയാണ്. അങ്ങനെ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് ഈ കുടുംബങ്ങൾക്കെല്ലാം, വളരെയേറെ കുടുംബങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് സാധിച്ചു. ഇതുമാത്രം അത്ഭുതങ്ങളാണ് ഈ പരിപാടിയിൽ സംബന്ധിച്ചത് വഴിയായിട്ട് കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ലഭിച്ചത്. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: അവർ എല്ലായിടത്തും പോയി വചനം പ്രഘോഷിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരെ എല്ലായിടത്തും പോയി വചനം പ്രഘോഷിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു, അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ വചനം കർത്താവ് സ്ഥിരീകരിച്ചു. ഈ വചനപ്രഘോഷണം ലക്ഷ്യമാക്കിച്ചുകൊണ്ട് തുടക്കം കുറിച്ച പരിപാടിയാണ് ഈ അഭിഷേകാഗ്നി പരിപാടി. ഇത് കർത്താവിൻ്റെ അഭീഷ്ടമാണ് എന്ന് വിവേചിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ അഭീഷ്ടത്തിനനുസരിച്ച് ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം നമ്മളെ ഉത്തേജിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ആരംഭിച്ച പരിപാടിയാണിത്. ഈ പരിപാടിയിലൂടെ വളരെയേറെ ജനങ്ങൾക്ക്, കോടിക്കണക്കിന് ജനങ്ങൾക്ക് വചനം നൽകുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ബഹുമാനപ്പെട്ട വട്ടായച്ചനാണ് ആരംഭകാലങ്ങളിലെ വർഷങ്ങളായിട്ട് ഈ പരിപാടിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. അടുത്ത കുറേ വർഷങ്ങളായിട്ട് ബഹുമാനപ്പെട്ട ബിനോയച്ചൻ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവരോടുകൂടി പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരുടെയും വളരെ പ്രതിബദ്ധതയുള്ള, വളരെ ആത്മാർത്ഥതയുള്ള, വളരെയേറെ തീക്ഷ്ണതയുള്ള ശുശ്രൂഷകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ പിൻബലത്തോടു കൂടിയാണ് ഈ വചനപ്രഘോഷണം, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ ഇത്രയും കാലം നടത്തപ്പെട്ടത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ ഞായറാഴ്ച പോലും മുടങ്ങാതെ നടത്താനായിട്ട് സാധിച്ചത് ഈ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ഇതിലൂടെ ദൈവജനത്തിന് എന്തുമാത്രം അനുഗ്രഹങ്ങൾ ലഭിച്ചു, എന്തുമാത്രം മാനസാന്തരങ്ങൾ നടന്നു, എന്തുമാത്രം രോഗശാന്തികൾ നടന്നു, എന്തുമാത്രം പേർക്ക് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും സമാധാനം ലഭിക്കുവാനായിട്ടിടയായി. ഓരോരു പ്രാവശ്യവും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവരെ ഞാൻ ഓർമ്മിക്കുകയാണ്. അവിടെയൊക്കെ സന്തോഷം. ദൈവം അത്ഭുതകരമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരെ സഹായിച്ചപ്പോൾ, അനുഗ്രഹിച്ചപ്പോൾ, അവർക്ക് സൗഖ്യം നൽകിയപ്പോൾ ഉണ്ടായ സന്തോഷം അവരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഇതുപോലെ സാക്ഷ്യപ്പെടുത്തിയവരും സാക്ഷ്യപ്പെടുത്താത്തവരുമായിട്ടുള്ള എത്രയേറെ ആളുകളുണ്ട്. അതുകൊണ്ട് ദൈവം ഒരുക്കിയ ഒരു പരിപാടിയായിട്ട് എല്ലാവരും ഇതിനെ കണ്ടു. യാതൊരു തരത്തിലുമുള്ള മുടക്കവും സംഭവിക്കാതെ, കുറവും സംഭവിക്കാത്ത വിധത്തിൽ ഈ പരിപാടി തുറന്നും നടത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട്
999 പ്രാവശ്യം ഈ അഭിഷേകാഗ്നി പരിപാടി ഈ ഷാലോം ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുവാൻ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് സ്നേഹപരം അഭ്യർത്ഥിക്കുന്നത്, തുറന്നും നിങ്ങൾ ഈ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. ഈ ശുശ്രൂഷ വഴിയായിട്ട് എത്രയേറെ പേർക്കാണ് അനുഗ്രഹങ്ങൾ ലഭിച്ചത്. ഇനിയും വളരെയേറെ പേർക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക്, കോടിക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഇടയാകണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വഴി സഹായിക്കണം. നമ്മൾ കൂട്ടായി പരിശ്രമിച്ചാൽ നമ്മുടെ പരിശ്രമത്തെ നല്ലവനായ ദൈവം അനുഗ്രഹിക്കും. ഇത്രയും നാൾ അനുഗ്രഹിച്ചു. നമ്മുടെ പ്രതീക്ഷയ്ക്ക് അതീതമായ വിധത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ വചനത്തെയും ഇവിടെ നടത്തപ്പെട്ട വചന ശുശ്രൂഷയും ദൈവം സ്ഥിരീകരിച്ചു. അതിൻ്റെ ഫലം എല്ലാവരും അനുഭവിച്ചു. വളരെയേറെ പേര് ഇനിയും അത് അനുഭവിക്കുവേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സേവ്യർ കാൻമട്ടായി അച്ഛനെയും ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബിനോയ് കരിമരുതുങ്കൽ അച്ഛനെയും ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ എല്ലാ ടീം അംഗങ്ങളെയും ഈ അവസരത്തിൽ അതീവ നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. അവർ ചെയ്തുകൊണ്ടിരുന്ന സേവനം, ശുശ്രൂഷ ദൈവസന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്, ഏറ്റവും അനുഗ്രഹീതമായ ഒന്നാണ്. തുറന്നും ഈ ശുശ്രൂഷ വഴിയായിട്ട് വളരെയേറെ പേർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജേക്കബ് മുനത്തോടത്ത്, പാലക്കാട് രൂപതയുടെ മുൻ മെത്രാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിമന്യ മനത്തോടത്ത് പിതാവ് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്കും ശുശ്രൂഷകർക്കും ഒരുപാട് കടപ്പാടുള്ള പിതാവാണ്. പിതാവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2-2.5 പതിറ്റാണ്ട് ദൈവരാജ്യ ശുശ്രൂഷകളിലായിരിക്കാൻ എനിക്ക് ദൈവം അനുഗ്രഹം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവിനെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവിലൂടെ നടന്ന എല്ലാ ദൈവരാജ്യ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇപ്പോൾ പാലക്കാട് രൂപതയുടെ മെത്രാനായിരിക്കുന്ന മാർ കൊച്ചുപുരയ്ക്കൽ പിതാവ്, പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവിൻ്റെ സ്നേഹ സാന്നിധ്യം, പ്രാർത്ഥന, പ്രോത്സാഹനം എല്ലാം ഈ അഭിഷേകാഗ്നി ടീം ഒരുപാട് സന്തോഷത്തിൽ ഓർക്കുന്നു. പിതാവിന് വേണ്ടിയും ഈ സമയം ദൈവസന്നിധിയിൽ നന്ദി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഒരുപാട് സ്നേഹവും ആദരവുള്ള ദൈവരാജ്യ ശുശ്രൂഷ ടീമാണ് ഷാലോം ടീം. എത്രയോ രീതികളാണ്, എത്രയോ അത്ഭുതകരമായി ദൈവം ഷാലോം ടീമിനെ പരിപാലിച്ചു. അഭിഷേകാഗ്നി 1000ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആദ്യത്തെ എപ്പിസോഡിലുള്ള സംഭവങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട ഷാലോമിലെ ബെന്നി സാറ്, അതുപോലെ സാൻഡോ ബ്രദർ, KJ മാത്യു സാറ്, ഷാലോമിലെ ഡെഡിക്കേറ്റഡായ ഒട്ടനവധി അസംഖ്യ ശുശ്രൂഷകർ, എല്ലാവരെയും ഈ 1000ാമത്തെ എപ്പിസോഡിൽ പ്രത്യേക ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കൃപയുടെ വചനത്തിന് ഭരമേൽപ്പിക്കുകയാണ്. അതുപോലെ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകർ, സ്നേഹിതർ, സിസ്റ്റേഴ്സ്, വൈദികർ എത്രയോ ആത്മാർത്ഥമായി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒപ്പം നിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകമായി ബിനോയ് അച്ഛൻ, ഒരു നിശ്ചിത ഘട്ടം വന്നപ്പോൾ കർത്താവ് ബിനോയ് അച്ഛനോട് ശുശ്രൂഷ ഒന്ന് ടേക്ക് ഓവർ ചെയ്യാൻ പറഞ്ഞു. അച്ഛന് കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുപാട് നിശബ്ദതയ്ക്കും സമയം ആവശ്യമായിരുന്നു. അപ്പോൾ ബിനോയ് അച്ഛൻ അത് മുടങ്ങാതെ കൊണ്ടുപോകാനായിട്ട് തയ്യാറായി. ബിനോയ് അച്ഛനെ ഓർത്തും അതുപോലെ മറ്റെല്ലാ വൈദികരും ഓർത്തും, സെക്യൂർ ധ്യാനകേന്ദ്രം ഇപ്പോഴത്തെ ഡയറക്ടർ സോജി ഒലിക്കലച്ഛൻ, അപ്പോൾ എല്ലാവരും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതിന് തുടക്കം തൊട്ടുള്ള ബെനീറ്റാമ സിസ്റ്റർ, അതുപോലെ ഒരുപാട് സിസ്റ്റർമാർ, അവരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. സഹശിശു സാബു കാസർഗോഡ് ബ്രദർ ഇതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. സാബു ബ്രദറിനെ എല്ലാം ഓർത്ത് നന്ദി പറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരുപാട് പേരുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ഈ ശുശ്രൂഷയുടെ ആദ്യകാലം തൊട്ട്
എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആരംഭത്തിൽ ഒരു കാര്യം അറിയാത്ത സമയത്ത് കർത്താവ് വിളിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് 62-ാം സങ്കീർത്തനത്തിൽ 11-ാമത്തെ തിരുലിഖിതം. കർത്താവ് ഒരു തവണ അരുളി ചെയ്തു, ഞാൻ 2 തവണ കേട്ടു, ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അല്ലെങ്കിൽ ശുശ്രൂഷകരുടെ ശക്തിയോ സാഹചര്യങ്ങളോ ഒന്നും പിന്നെ നോക്കിയിട്ടില്ല. ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ. അതുകൊണ്ട് ഓരോ എപ്പിസോഡിലൂടെയും ദൈവത്തിൻ്റെ മഹത്തായ ശക്തി ഓരോ എപ്പിസോഡിൽ വെളിപ്പെടുത്താൻ ഇടവന്നു. ഈ അടുത്ത കാലത്ത് ഞാനൊരു സാക്ഷ്യം കേൾക്കുകയുണ്ടായി. ആ വ്യക്തി പറഞ്ഞെങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ കിഡ്നി മുഴുവനും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനായി. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കുട്ടികൾ വേണമെന്ന് ആഗ്രഹം. ഈ കുട്ടികളെ വളർത്താൻ ഓസ്ട്രേലിയക്ക് പോകണം, മിഡിൽ ഈസ്റ്റിലാണ് ജോലി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, എന്ത് തുടങ്ങിയാലും എപ്പോഴും തടസ്സമാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു കൊടുത്തു, അഭിഷേകാഗ്നി കാണണം. അങ്ങനെ അദ്ദേഹം ഭാര്യ ഭർത്താവ് 2 പേരും കൂടെ അഭിഷേകാഗ്നി ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് അവസാനത്തെ എപ്പിസോഡ് വരെ കണ്ട് ദൈവത്തിൻ്റെ മഹാശക്തി അനുഭവിച്ചൊരു സാക്ഷ്യം അവർ ഈ അടുത്ത ദിവസങ്ങൾ വന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോബി. ഞാൻ കുറുപ്പമ്പടിയിൽ നിന്ന് വരുന്നു. പത്രോസ് പൗലോസ്ലമാരുടെ പള്ളിയിൽ നിന്ന് വരുന്നു. സ്ലീഹന്മാരുടെ പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ 2 പേരും കുവൈറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് മക്കൾ ഒത്തിരി വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ 3ാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികം, ഇപ്പം 2 പേരും നേഴ്സുമാരാണെങ്കിലും സാമ്പത്തികം മക്കൾ കൂടുന്തോറും അവിടെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിവേ വൈഫ് പറഞ്ഞു നമുക്ക് അഭിഷേകാഗ്നി കാണാം. അപ്പം അങ്ങനെ എല്ലാ ദിവസവും വൈഫ് കിടക്കാൻ നേരത്ത് അഭിഷേകാഗ്നി വയ്ക്കും. ഞാനും അത് കേട്ടുകൊണ്ട് കിടക്കും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമ്മൾ ഏതായാലും അഭിഷേകാഗ്നി കേൾക്കുവാണ്, നമുക്കത് റെഗുലറായിട്ട് ശരിക്കും ധ്യാനകേന്ദ്രത്തിൽ കേൾക്കുന്ന പോലെ തന്നെ കേൾക്കാം. TV വെച്ചിട്ട് സ്റ്റാർട്ടിങ് ഫസ്റ്റ് എപ്പിസോഡ് കേട്ടിട്ട് നമുക്ക് ലാസ്റ്റ് കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഭിഷേകാഗ്നി കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിനകത്തൊരു തീരുമാനം വന്നു, നമുക്ക് ഏതായാലും ഒരു നല്ലൊരു രാജ്യത്തേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതിനകത്തൊരു വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റാണ്. അപ്പോൾ ദിവസം ഏകദേശം 10-20 മെഡിസിൻ ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ വളരെ എക്സ്പെൻസീവായിട്ടുള്ള മെഡിസിൻസാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്പെൻസീവായിട്ടൊരു മെഡിസിൻസ് കഴിക്കുന്നതുകൊണ്ട് തന്നെ വേറൊരു രാജ്യത്ത് PR അങ്ങനെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ വൈഫ് എനിവേ പറഞ്ഞു, നമുക്ക് ഏതായാലും ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്കതനുസരിച്ച് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എങ്ങനെയായിരുന്നു വെച്ചാൽ വൈഫിനെ കൊണ്ട് എഴുതിപ്പിക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പം കയറിപ്പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. എനിവേ അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അച്ഛനിങ്ങനെ ഒരു അഭിഷേകനയിൽ പറഞ്ഞു, നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം, എന്താ വേണ്ടത് അത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു നിയോഗം ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതായത് ഞങ്ങൾ അഭിഷേകിൻ്റെ കംപ്ലീറ്റ് എപ്പിസോഡ് കാണുമ്പോഴേക്കും ഞങ്ങൾക്ക് ഓസ്ട്രേലിയൻ PR 2 ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് നേഴ്സായതിന് ശേഷം അവിടുത്തെ PR കിട്ടാനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അഭിഷേകാഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിഷേകത്തിൻ്റെ എപ്പിസോഡ് 1 തൊട്ട് അതിൻ്റെ മുഴുവൻ എപ്പിസോഡും കാണും. ഈ കംപ്ലീറ്റ് ഒരു റൗണ്ട് എത്തിക്കഴിയുമ്പം ഞങ്ങൾക്ക് 2 പേർക്ക് രജിസ്റ്റേർഡ് നേഴ്സുമാരായിട്ട് ഓസ്ട്രേലിയയിൽ PR PN ഒക്കെ അല്ല അതിൻ്റെ ആ രജിസ്ട്രേഷൻ കിട്ടി. ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകണമെന്ന് ഇൻറ്റൻഷൻ വെച്ചു, നിയോഗം വെച്ചു. അങ്ങനെ ഞങ്ങൾ അഭിഷേകിനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അന്ന് വരെ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന നിയമം മാറി. അതായത് അന്ന് വരെ ഒരു എക്സാം ഉണ്ടായിരുന്നുള്ളൂ, ഇംഗ്ലീഷ് എക്സാം. അതിനുശേഷം നിയമം മാറി പെട്ടെന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള 3 എക്സാമിലേക്ക് അവിടുത്തെ റൂള് ചേഞ്ച് ചെയ്തു. ഞങ്ങളുടെ പ്രത്യാശ വിട്ടില്ല. ഞങ്ങൾ ഒരു പ്രതിസന്ധി വന്നാൽ വിടരുത്, കാരണം കർത്താവിൽ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾ അഭിഷേകനെ കണ്ട് മുമ്പോട്ട് പോകുന്തോറും ദൈവം എനിക്കൊരു പ്രത്യേക ധൈര്യം തന്നു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത മാറി. വൈഫിനെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ച് പാസ്സാവായി അവരുടെ കൂടെ പോകാമെന്നുള്ള ഒരു ചിന്ത മാറി. ഒരു പ്രത്യേക ധൈര്യം തന്നു എനിക്ക്. വളരെ ആവറേജ് സ്റ്റുഡൻറ്റും ഒരു കണക്കിന് പറഞ്ഞ മടിയനും എപ്പോഴും ഉറക്കം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. പഠിക്കാൻ ഈ ഒരു അഭിഷേകനെ ഉണ്ട് പഠിക്കാൻ തുടങ്ങിയതോടുകൂടി രാത്രി ഒരു 10 മണിക്ക് ശേഷം തീർത്തും ഉറക്കം വരുന്നില്ല. രാത്രി കംപ്ലീറ്റ് ഇരുന്ന്
ഞാൻ പഠിക്കാനായിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. മടിയനും അലസനും പഠിക്കാൻ താല്പര്യമില്ലാത്തവനുമായ ആ പഴയ സ്വഭാവമൊക്കെ മാറി. മാറി. ഞാൻ 6 month ബാക്കായിട്ടാണ് ഞാൻ നഴ്സിംഗും പാസ്സായത്. ഞാൻ പറയായിരിക്കുമല്ലോ, ബാംഗ്ലൂരാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ വിവരക്കുറവുകളും എനിക്കുണ്ടായിരുന്നു. ഇത് എൻക്ലെക്സാറിനാണ് ഫസ്റ്റ് പാസ്സാവേണ്ടത്. ഇവിടെ നേഴ്സുമാരായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, എൻക്ലെക്സാർ എന്ന് പറയുന്നത് അമേരിക്കയിൽ നേഴ്സ് ആവാനായിട്ടുള്ളൊരു എക്സാമാണ്. ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാമാണ്. എന്താണെങ്കിലും ദൈവം തന്ന വലിയ അനുഗ്രഹം കൊണ്ട് ഞാൻ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരുന്നു. രാവിലെ 5 മണി വരെ ഇരുന്ന് പഠിച്ചതിന് ശേഷം രാവിലെ 6:30 ഡ്യൂട്ടിക്ക് പോയ പല ദിവസങ്ങളിലും എനിക്കുണ്ട്. ഒരു കഠിനാധ്വാനത്തിൻ്റെ ഒരു കൃപ കർത്താവ് അങ്ങോട്ട് കൊടുത്തു അല്ലെ. ആ മടിയങ്ങ് മാറി. എന്നിട്ട് 5:30 വരെ പഠിച്ചിട്ട് 6:30 ഡ്യൂട്ടിക്ക് പോകും. നല്ല ഉണർവ്, ഊർജ്ജസ്വലത, ഉന്മേഷം. ഒരു വർഷത്തിന് ശേഷം ലോക്ക്ഡൗണിൻ്റെ ആ ഒരു സമയം വരുന്നത്. ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ലീവ് കിട്ടി. ഞങ്ങൾ നാട്ടിൽ വന്ന് എക്സാം എഴുതി. ഭയങ്കര ടഫായിരുന്നു എക്സാം. ഭയങ്കര ടഫ് എക്സാം. ഒരു രീതിയിലും പാസ്സാവത്തില്ലാത്ത രീതിയിൽ എക്സാം സെൻറ്ററിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. ഞാൻ തിരിച്ചു വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മൊബൈൽ ഓൺ ചെയ്ത് അഭിഷേകിനിലെ അഡോറേഷൻ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരുന്നു. വൈഫിനോട് ഞാൻ ചോദിച്ചു എന്താ നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും പേടിക്കണ്ട, നമ്മൾ ഒന്നും പേടിക്കണ്ടെന്ന് വൈഫ് പറഞ്ഞു. എനിവേ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വിട്ടു. ഞാൻ എക്സാം റിസൾട്ട്സ് ഒന്നും നോക്കുന്നില്ല. 45 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ റെഗുലറായിട്ട് തിരിച്ച് കുവൈറ്റിൽ പോയി റെഗുലറായിട്ട് ഡ്യൂട്ടി ചെയ്യും. പക്ഷേ വൈഫ് മെയിൽ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. എൻക്ലെക്സാർ ഞാൻ പാസ്സായി. കർത്താവിൻ്റെ ഒരു കൃപ അങ്ങോട്ട് പ്രവർത്തിച്ച്. അടുത്തതായിട്ട് രണ്ടാമതായിട്ട് എനിക്ക് എക്സാം പ്രാക്ടിക്കൽ എക്സാമാണ്. അത് ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ട് എഴുതേണ്ട എക്സാമാണ്. അവിടെ കർത്താവ് വിസ തന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ പോയി. അവിടെ ഓസ്ട്രേലിയൻസിന് മുമ്പിനകത്ത് പ്രാക്ടിക്കൽസ് കാണിച്ചു കൊടുക്കണം. അതാണ് ഓസ്കി എക്സാം എന്ന് പറയുന്നത്. ആ 20 ദിവസം കോച്ചിങ്ങിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതേണ്ടത്. കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നേക്കാളും മിടുക്കരായിട്ടുള്ളവരാണ് എല്ലാവരും. ഭൂരിഭാഗം പേര് അവിടെ താമസിച്ച് അവിടെ വിസ ഉള്ളവരും അവിടെ PR ഉള്ളവരും കുടുംബമായിട്ട് താമസിക്കുന്നവർ. അവർക്ക് ലാംഗ്വേജ് അറിയാം, വിഷയങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയാം, നല്ല ധാരണയുണ്ട് ഓരോ എക്സാമിനെ കുറിച്ചും. ഞാൻ വളരെയേറെ വിഷമിച്ചു. എനിക്ക് ആ ഒരു കോച്ചിങ് ബാച്ചിനകത്ത് ഉണ്ടായിരുന്നില്ല. ഏറ്റവും മോശം സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. എന്തുകൊണ്ടാണെന്നറിയില്ല. ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആ ബാച്ചിനകത്ത് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൊച്ച് എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ നീയും കൂടിയും പാസ്സാവണമെന്ന് എനിക്കൊരു ആഗ്രഹം, അതുകൊണ്ട് ഞാനും നിൻ്റെ ഒപ്പം പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പഠിച്ചു. ഓസ്കി എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു. എൻക്ലെക്സാറിൻ്റെ അതേ അവസ്ഥ ഭയങ്കര ടഫായിരുന്നു. ടോട്ടൽ 10 സ്റ്റേഷൻ ഞാൻ അറ്റൻഡ് ചെയ്യണം. അതിനകത്ത് 5 സ്റ്റേഷൻ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹാർഡായിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞില്ല, 10 സ്റ്റേഷൻ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. കുളിച്ച് തല കറങ്ങി 3-ാം സ്ഥലം നിവധിക്കാറായി. പക്ഷേ എന്ത് ചെയ്തു? അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, നിവധിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് സ്ഥലത്തുനിന്ന് പതുക്കെ പുറത്തേക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പരീക്ഷയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ തിരിച്ച് കുവൈറ്റിലേക്ക് പൊക്കോളാം എന്ന വിധത്തിൽ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു വിടില്ല, എന്തായാലും ഇതിനകത്ത് വന്നതല്ലേ, 10 സ്റ്റേഷൻ അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് അവർ പറഞ്ഞു. 10 സ്റ്റേഷൻ കഴിഞ്ഞു. ഞാൻ എക്സാം കഴിഞ്ഞു തിരിച്ച് കുവൈറ്റിലേക്ക് പോയി. ഞാൻ വൈഫിനോട് നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ വെച്ചു, എന്ത് ചെയ്യും നമ്മൾ? ഒത്തിരി പൈസ വേണമായിരുന്നു ഓസ്ട്രേലിയയിൽ പോയി എക്സാം എഴുതാനായിട്ട്. നമ്മൾ മുടക്കിയ പൈസകളെല്ലാം പോയി. വൈഫ് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നമ്മൾ അഭിഷേകനെ കാണുന്നുണ്ട്, നമുക്ക് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ വൈഫിനോട് പറഞ്ഞു, എനിക്ക് ആകെ കൂടി അതിനകത്ത് അറ്റൻഡ് ചെയ്തതിനകത്ത് 2 എണ്ണം മാത്രമാണ് കുറച്ചെങ്കിലും എളുപ്പമുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഭയങ്കര പാടായിരുന്നു. അങ്ങനെ 30 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. എനിക്ക് ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന 2 സ്റ്റേഷൻ ഞാൻ തോറ്റു, ബാക്കി 8 സ്റ്റേഷന് ഞാൻ ജയിച്ചു. അതിനുശേഷം ഒരു ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു ഞാൻ പാസ്സാകേണ്ടത്. ഇംഗ്ലീഷ് എക്സാമും പാസ്സാക്കി ദൈവം അനുഗ്രഹിച്ചു. ഞാനൊരു ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് നേഴ്സായി. രജിസ്റ്റേർഡ് നേഴ്സായി. അതിനുശേഷമാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് പ്രശ്നകരമായ കാര്യം, അതായത് ഓസ്ട്രേലിയൻ PR. അത് ഞാൻ പലരോടും അന്വേഷിച്ചു, പല മൈഗ്രേഷൻ ഏജൻസിനോടും അന്വേഷിച്ചു, കൂട്ടുകാരന്വേഷിച്ചു, അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാവരോടും അന്വേഷിച്ചു. എല്ലാവരും പുറകോട്ട് വലിച്ചു. നിനക്ക് സാധ്യമാവുന്നൊരു കാര്യമല്ല, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിന് ഓസ്ട്രേലിയൻ PR. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഹെൽത്ത് വേവർ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംവിധാനമാണ്. അതായത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നമുക്ക് കനിവ് തോന്നി തരുന്നൊരു സംഭവം. അത് നീ ആദ്യം PR അപ്ലൈ ചെയ്യുക, പിന്നെ അവർ കുറേ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അത് പരിഗണിച്ചതിന് ശേഷം കിട്ടുന്നൊരവസ്ഥയാണ്. അപ്പം എനിക്കതിനകത്തൊന്നും ഒരാളുടെ അങ്ങനെ ഒന്ന് പോകാനായിട്ടൊരു ഇത് വന്നില്ല.
അഭിഷേകനെ കാണുന്തോറും എനിക്ക് സ്വന്തമായിട്ട് PR അപ്ലൈ ചെയ്യണമെന്ന് വല്ലാത്ത ധൈര്യം ദൈവത്തിന്റെ വന്നു. ആത്മാവ് വരുമ്പോൾ ഒരു ധൈര്യം കൊടുക്കുകയാണ് അല്ലെ? ഒരു ധൈര്യമല്ലേ വന്നത്? വല്ലാത്ത എനർജിയും ധൈര്യം, നിനക്ക് സാധിക്കുമെന്നുള്ളൊരു ധൈര്യം. ഞാൻ ഒത്തിരി കോൺഫിഡൻസ് കുറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അഭിഷേകനെ കാണുന്തോറും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് ആത്മാവ് എനിക്ക് തന്നുകൊണ്ടിരുന്നു. അവസാനം ഞാൻ PR-ന് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തു. സാധാരണ ആൾക്കാർ 5, 6, 8, 10 മാസം, 1 വർഷവും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന PR 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് PR കിട്ടി. 30 ദിവസത്തിനുള്ളിൽ തന്നെ PR അടിച്ചങ്ങോട്ട് കൊടുക്കുക. സെപ്റ്റംബറിൽ ഞങ്ങളുടെ അഭിഷേകാഗ്നി എപ്പിസോഡ് എല്ലാം കംപ്ലീറ്റ് ആയി. ഡിസംബറിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഓസ്ട്രേലിയൻ PR കംപ്ലീറ്റ് ആയി. അടിച്ചു തന്നു അല്ലേ? PR കിട്ടി. നന്ദി പറയാനായിട്ട് ഞാൻ വന്നതാണ്. ഈ ഏപ്രിലിൽ ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഓസ്ട്രേലിയയിലെ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യും. അതിനു മുമ്പ് ഈ അഭിഷേകാഗ്നിയുടെ ആ ഉറവിടത്തിൽ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി നന്ദി പറഞ്ഞ് 5 ദിവസം കർത്താവിന് മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് പോകാൻ വേണ്ടി ഫാമിലിയായിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ്. ഇവർ ഓസ്ട്രേലിയക്ക് പോകാൻ തീരുമാനിച്ചത് കൂടുതൽ കുഞ്ഞുങ്ങൾ, അതായത് ഈ മിഡിൽ ഈസ്റ്റിലാകുമ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം, അതുകൊണ്ട് അതിന് പറ്റുന്നൊരു സ്ഥലം എന്നുള്ള രീതിയിലാണ്. ധാരാളം മക്കളെ വളർത്താൻ വേണ്ടി ആഗ്രഹിച്ച് അതിന് വേണ്ടിയാണ് കർത്താവിനോട് ചോദിച്ചത്. അപ്പോൾ ദൈവം അത്ഭുതകരമായി. എനിക്കത് വളരെ ഇഷ്ടമായി. കൂടുതൽ മക്കളെ സ്വീകരിക്കുന്ന കുടുംബങ്ങളെ ഈശോ കൂടുതൽ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചത് മക്കളൊക്കെ ആയിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ ഒരു ചെറിയ ചാപ്പൽ മക്കളെ ധാരാളം ഉണ്ടെങ്കിൽ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. 100, 130 ഒക്കെ നന്മ പറഞ്ഞാർമയൊക്കെ ഒരു ദിവസം ചെല്ലി ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും തടസ്സം വന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഡിലേ ആവുന്ന സമയത്തൊക്കെ പിള്ളേരെ, ഞങ്ങൾക്ക് അഡോറേഷൻ ചാപ്പലുണ്ട് പള്ളിയിൽ, അവിടെ മുട്ടുകുത്തി ഒന്ന് 150 അല്ലെ 300 നന്മ പറഞ്ഞാറും എത്തിച്ചിട്ട് അവർ വെളിയിൽ വരുള്ളൂ. എന്നിട്ട് പറയും അപ്പാ നോ പ്രോബ്ലം, നാളെ ആ സാധനം കൈ കിട്ടുമെന്ന് പറയും. അത് അച്ചട്ടാണ്. പിറ്റേ ദിവസം കറക്റ്റായിട്ട് കിട്ടിയിരിക്കും. കുട്ടികൾ മുട്ടുമ്പോൾ പ്രാർത്ഥിക്കും. ആണോ? അതെ, നന്നായിട്ട് പ്രാർത്ഥിക്കും. നിന്റെ പേരെന്നാ? ഹാന. നീ ഇങ്ങനെ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കോ? എന്നത് പ്രാർത്ഥിക്കണേ? നന്മ പറഞ്ഞറിയുമോ? നന്മ പറഞ്ഞറിയുമോ ചൊല്ലി അങ്ങോട്ട് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഇറങ്ങിപ്പോന്നാലും ഇവർ ഇറങ്ങില്ല. പിന്നെ ഒരു അരമണിക്കൂർ അവർ ഇരുന്നിട്ടാണ്. ഇവരാണ്. അതാണ് ഞാൻ പിള്ളേർക്ക് വിശ്വാസം കൊടുത്താൽ പിള്ളേർ വീട്ടില്ല. പിന്നെ അപ്പം അത് ധാരാളം മക്കളുള്ള വലിയ ഫാമിലി നിങ്ങൾ ഭാവന കാണണം. ബലിഷ്ഠമായ ഫാമിലിയാണത്. ഒരു പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ആ കുടുംബത്തിൽ കൂടുതലുണ്ടാവും. ഒരു പ്രാർത്ഥന പരമായി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്പനേരം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒന്ന് പാട്ടുപാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് ഈ സമയം എല്ലാ കുടുംബങ്ങളിലേക്കും അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ ഈ സമയം അത്ഭുതങ്ങളുടെ ഒരു സമയമായി മാറണം. അത്ഭുത ശക്തിയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം കുടുംബങ്ങളിൽ മൂവ് ചെയ്യണം, വ്യാപരിക്കണം. അതിനുവേണ്ടി ആഗ്രഹിക്കുക. കുഞ്ഞുങ്ങൾ, യുവതിവാക്കന്മാർ, പാരൻസ്, രോഗികൾ, തടസ്സങ്ങളിരിക്കുന്നവർ, വലിയ കണ്ണുനീരുള്ളവർ, മദ്യപാനത്തിൻ്റെയും പലതരത്തിലുള്ള തിന്മയുടെയും അന്ധകാരം വഴി വേദനിക്കുന്നവർ, സകല ആത്മാക്കളെ ഈ രാത്രി ഈ സമയം കർത്താവ് തൊടാൻ പോവുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ വലിയ ശക്തിയെ ധ്യാനിക്കുന്ന രാത്രിയാണിത്. അങ്ങയുടെ അത്ഭുത ശക്തിയെ ഞങ്ങൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന രാത്രിയാണിത്. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്ന കർത്താവേ, ഉച്ചത്തിൽ സ്തുതിക്കുന്ന കർത്താവേ, 1000 എപ്പിസോഡുകളിലൂടെ അനുഗ്രഹിച്ച കർത്താവേ, ഈ സമയം പ്രകടമായി ഇടപെടണമേ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസത്താൽ വിതയ്ക്കാമേലിൽ കരങ്ങളടിച്ച് കൂടാതെ വിളവു കൊയ്യാം. വിശ്വാസത്താൽ വിതയ്ക്കാമേലിൽ വിളംബം കൂടാതെ വിളവു കൊയ്യാം. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീരു തോരുന്ന കാലമായി, കണ്ണീരു തോരുന്ന കാലമായി. വിശ്വാസത്താൽ വിതയ്ക്കാമേലിൽ കൈകൾ ഉയർത്തി കൈയടിച്ച് വിളംബം കൂടാതെ വിളവു കൊയ്യാം. വിശ്വാസത്താൽ വിതയ്ക്കാമേലിൽ വിളംബം കൂടാതെ വിളവു കൊയ്യാം. വലിയ ആഹ്ലാദത്തോടെ, വലിയ ആനന്ദത്തോടെ, ആത്മാവിൽ പൂരിതരായി ഈ രാത്രി കർത്താവിനെ ഒന്നിച്ച് ആരാധിക്കുകയാണ്.
അനേക രാജ്യങ്ങളിലിരിക്കുന്നവർ, അനേക ദേശാന്തരങ്ങളിലിരുന്ന് കുടുംബങ്ങൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. Glory, 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 glory. വാഗ്ദാനം പാലിക്കാനായി ദൈവമൊരു നാൾ കാലതാമസം വരുത്തുകയില്ല. വാഗ്ദാനം പാലിക്കാനായി ദൈവമൊരു നാളും കാലതാമസം വരുത്തുകയില്ല. വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്ന് തന്നെ അനുഭവിക്കും. വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്ന് തന്നെ അനുഭവിക്കും. വിത്തു ചുമന്നു കരഞ്ഞു നടന്നവരെ കറ്റ ചുമക്കും വിജയം വരവായി. വിത്തു ചുമന്നു കരഞ്ഞു നടന്നവരെ കറ്റ ചുമക്കും വിജയം വരവായി. ഇന്നു വിതച്ച ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാം ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ച ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീരു തോരുന്ന കാലമായി, കണ്ണീരു തോരുന്ന കാലമായി, കണ്ണീരു തോരുന്ന കാലമായി, കണ്ണീരു തോരുന്ന കാലമായി. രോഗങ്ങളകലുന്ന സമയമായി, രോഗങ്ങളകലുന്ന സമയമായി. ആരോഗ്യം പ്രാപിക്കും നേരമായി, ആരോഗ്യം പ്രാപിക്കും നേരമായി. കണ്ണീരു തോരുന്ന കാലമായി സംഭവിക്കുന്നു. കണ്ണീരു തോരുന്ന കാലമായി, കണ്ണീരു തോരുന്ന കാലമായി, കണ്ണീരു തോരുന്ന കാലമായി. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തേജസ്. രോഗികൾ സൗഖ്യപ്പെടുത്തുന്ന, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന അത്ഭുത ശക്തി. വ്യാപരിക്കട്ടെ കർത്താവേ. ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അനോയിന്റിംഗ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശു അവരെ സമീപിച്ച് ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ആരാധന, ആരാധന. ദൈവം ഒരു തവണ അരുളി ചെയ്തു, ഞാൻ 2 തവണ കേട്ടു. ശക്തി നമ്മുടെ ദൈവത്തിൻ്റെതത്രേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, ജീവിക്കുന്ന കർത്താവേ, ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന മഹത്വത്തിൻ്റെ രാജാവേ, ഓരോ കുടുംബങ്ങളെയും, ഓരോ മകനെയും, ഓരോ മകളെയും, ഓരോ കുഞ്ഞിനെയും, ഓരോരുത്തരെയും ഇപ്പോൾ അനുഗ്രഹിക്കണം കർത്താവേ. ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളെല്ലാവരെയും ഈ 1000ാമത്തെ എപ്പിസോഡിൽ അഭിസംബോധന ചെയ്യാൻ. ദൈവത്തിൻ്റെ കരുണ അല്ലാതെ വേറൊന്നുമല്ല ഇത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെ ധ്യാനിക്കുവിൻ, ദൈവത്തിൻ്റെ അത്ഭുത ബലത്തെ അറിയുവിൻ. ഇത് കർത്താവ് ഇന്ന് ശക്തമായി വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഓർക്കുന്നത്, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ ആരംഭിച്ച ആദ്യകാലം ഒരറിവുമില്ല, ഒന്നുമില്ല. ബെന്നിസാറ് പറഞ്ഞു, ഷാലോമിൽ ഇങ്ങനെ സാധിക്കുമോ? ഞാൻ ഒന്ന് കണ്ണുടച്ച് ഞാൻ വേഗം ഞാൻ മാക്സിമം ചെയ്യാം, പരമാവധി ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് റെഡി എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ ഒന്നും സാധിക്കുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ക്യാമറയില്ല, അല്ലെങ്കിൽ പരിചയമില്ല. ടെലിവിഷനിൽ എടുത്തിട്ട് ബെന്നിസാറിനും ഷാലോമിലുള്ള ശുശ്രൂഷകർ ആദ്യത്തേക്ക് എപ്പിസോഡ് എടുത്ത് വേർത്ത് കുളിച്ച് അവശനായി ഉള്ള സംഭവങ്ങൾ.
ഒരു ഈ ലൈറ്റിൻ്റെ ഒക്കെ മുമ്പിലൊക്കെ നിൽക്കണ്ടേ, ക്യാമറയുടെ മുമ്പിൽ നിൽക്കണ്ടേ. അട്ടപ്പാടിയിൽ ഈ ഈ വലക്കൂടാരത്തിലൊക്കെ നിന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ലൈറ്റെല്ലാം ചൂടത്തൊക്കെ നിന്ന് ശരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പോഴെല്ലാം ഞാൻ കർത്താവിനോട് ഇത് എന്നെക്കൊണ്ട് സാധിക്കുമോ, ഞാൻ പിന്മാറാം, ഇത് പറ്റുമോ? അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ക്യാമറയുടെ ബലത്തിലല്ല, ടെക്നീഷ്യൻസിൻ്റെ ബലത്തിലല്ല, അറിവിൻ്റെ ബലത്തിലല്ല, യുദ്ധത്തിൻ്റെ വിജയം സൈന്യത്തിൻ്റെ വലുപ്പത്തെ ചെറുതിനെ ആശ്രയിക്കുന്നില്ല, ശക്തി നമ്മുടെ ദൈവത്തിൻ്റെ തരേ. 1 മക്കബായ 3-ാം അധ്യായത്തിൽ 18-19 തിരുലിഖിതങ്ങൾ യൂദാസ് മക്കബേയുസിനോട് ദൈവത്തിൻ്റെ ഒരു വലിയ റെവലേഷൻ കിട്ടുകയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ് ആ ലാസ്റ്റ് ഭാഗം തൊട്ട്, സൈന്യം ചെറുതോ വലുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. സൈന്യത്തിൻ്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈന്യം വലുതോ ചെറുതോ അട്ടപ്പാടിയിൽ നിന്നാണോ അതോ എവിടെ, അതൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം. അത് അറിവുള്ളവരാണോ അറിവില്ലാത്തവരാണോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. സൈന്യത്തിൻ്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് 30 മിനിറ്റൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവശകൊളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇത്രയും അരമണിക്കൂറൊക്കെ ധ്യാനത്തിനൊക്കെ പറയണ പോലെയല്ല, മുൻവശത്ത് ആളൊന്നുമില്ല റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, ഇത് ആളില്ലാതെ പറയണം, അരമണിക്കൂർ എങ്ങനെ ഞാൻ 30 മിനിറ്റ് തേക്കും, ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെ കർത്താവിനോട് പറഞ്ഞു. അന്ന് മോശപ്രവാചകൻ പറഞ്ഞതുപോലെ, മോശപ്രവാചകൻ പറഞ്ഞത് എന്താ? മോശപ്രവാചകൻ കർത്താവിൻ്റെ എനിക്ക് സംസാരശേഷി പറഞ്ഞില്ലേ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം, അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് മനുഷ്യനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. കർത്താവ് ധൈര്യം, ഞാൻ കൂടെയുണ്ട്, ഐ വിൽ ബി വിത്ത് യു, ഞാൻ കൂടെയുണ്ട്, ഞാനാണ് പറയുന്നത്, ഞാനാണ് പ്രവർത്തിക്കുന്നത് എന്ന് കർത്താവ് വളരെ ശക്തമായ ഒരു ബോധ്യം തന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കിതിൽ നിന്ന് മനസ്സിലായ കാര്യം, നമ്മളുടെ കാര്യമോ നമ്മുടെ കഴിവോ നമ്മുടെ സംവിധാനങ്ങളോ ഒന്നിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ദൈവത്തിൻ്റെ മഹാശക്തിയെക്കുറിച്ച് ഞാനും നിങ്ങൾ അറിയണം. ദൈവത്തിൻ്റെ മഹാശക്തി ഞാൻ ഓർക്കുന്നത് സെഗിയോൻ ധ്യാനകേന്ദ്രം തുടങ്ങിയ ആദ്യകാലം, സെഗിയോൻ ധ്യാനകേന്ദ്രം ആദ്യകാലത്ത് വെച്ചാൽ വെള്ളിയാഴ്ച ഒരു 10, 30, 50, 100, 200 പേരൊക്കെ വരും. അപ്പോൾ എനിക്ക് വ്യാഴാഴ്ച വൈകുന്നേരം തൊട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ആ തളർച്ചയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം ആയാൽ പിന്നെ തളർച്ച, പിന്നെ ചെറിയ ശുശ്രൂഷ ചെയ്യാൻ തോന്നിയല്ല, ഭയങ്കര ഒരു ക്ഷീണം. അപ്പോൾ ഞാൻ നോക്കും വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമെന്ന്. പിന്നെ എന്തായാലും ശരി, ആരുമില്ല, അട്ടപ്പാടിയല്ല, അന്നത്തെ കാലത്ത് സ്പെയർ ഒരാളെ നിയോഗിക്കുക ഒറ്റ മനുഷ്യയില്ല, ഞാനല്ലാതെ ഒറ്റ മനുഷ്യയില്ല. പിന്നെ പാട്ട് പാടുന്ന ആളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ വേറൊരാളെ വിളിക്കണമെങ്കിൽ മുരുങ്കൂരെന്ന് വിളിച്ചുകൊണ്ട് വരണം, അത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവും. അപ്പോൾ എന്ത് ഞാൻ നിർബന്ധിക്കപ്പെടും ചെയ്യാൻ. അപ്പോഴൊക്കെ ഞാൻ കർത്താവിനോട്, കർത്താവേ എന്തു ചെയ്യും? അപ്പോഴാണ് കർത്താവ് യേശയ്യായുടെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം തിരുലിഖിതം, ഈ വചനം അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ മനസ്സിലെപ്പോഴും ശക്തി തീർന്ന വചനമാണ്. യേശയ്യ 51, 15, 16, തിരമാലകൾ അലറുമുതം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. കർത്താവ് ഈ വചനം തന്ന് ആത്മാവിനെ ബലപ്പെടുത്തുകയാണ്, തളർന്ന മനസ്സിനെ ബലപ്പെടുത്തുകയാണ്. കർത്താവ് മുമ്പിൽ നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷയിൽ അച്ഛൻ അനുഭവിച്ചിരുന്ന വലിയൊരു കാര്യമാണ്. പല സമയത്തും എനിക്ക് ഈ ഒരുപാട് സാഹിത്യ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇങ്ങനെയൊക്കെ പറയണം തോന്നിയിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചും ഒരുപാട് സാഹിത്യത്തിൻ്റെ ചില സംഗീതം, ചില പോയം, ചില കവിതകളൊക്കെ ഉരുവിട്ടും പ്രസംഗിക്കണം എന്നൊക്കെ ചിലപ്പോഴൊക്കെ ടെൻഷൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ഒരു ദിവസം ഞാൻ പറഞ്ഞു, കർത്താവേ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് യേശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 6 തൊട്ട് 8 വരെ തിരുലിഖിതങ്ങൾ വീണ്ടും സ്വരമുയർന്നു, ഉദ്ഘോഷിക്കുക. ഞാൻ ആരാഞ്ഞു, ഞാൻ എന്ത് ഉദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. കർത്താവിന് ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. മനുഷ്യൻ പുല്ല് മാത്രം, പുഷ്പം വാടുന്നു, പുല്ല് കരിയുന്നു. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു.
ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ശ്വാസം ഏൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോകുകയും ചെയ്യുന്നു. മനുഷ്യൻ പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് കർത്താവ് തന്നെ ഒരു ബോധ്യമുണ്ട്. വചനം പറഞ്ഞാൽ മതി. അഭിഷേകാഗ്നിയിൽ കർത്താവ് പറഞ്ഞു വചനം പറഞ്ഞാൽ മതി. ഈ വചനം പറയുന്ന സമയത്ത് പ്രകടമായി വന്ന് കർത്താവ് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന അനുഭവങ്ങൾ പിന്നെ അങ്ങോട്ട് തുടങ്ങി. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഈ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ വചനം മാത്രം, കർത്താവിൻ്റെ വചനം മാത്രം പറയാൻ കർത്താവ് നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരുന്നു. അത് ഞങ്ങൾ അനുസരിച്ചു കൊണ്ടേയിരുന്നു. ബിനോയച്ചനോട് ഞാൻ പറഞ്ഞു, ടീമിലുള്ളവരോടും പറഞ്ഞു, വചനം മാത്രം പറയുക, വചനം മാത്രം പറയുക. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വചനം മാത്രം പറഞ്ഞാൽ ഞാൻ ചോദിച്ചു കർത്താവിനോട്, കർത്താവ് വചനം മാത്രം പറയുമ്പോൾ അങ്ങ് എന്താണ് ചെയ്യാൻ പോണത്? അതാണ് 77 സങ്കീർത്തനത്തിലെ 14 തിരുലിഖിതം കർത്താവ് പറഞ്ഞു തന്നു. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയത് അങ്ങ് തന്നെ. ഓരോ വചനത്തിലൂടെയും ദൈവം ജനതകളുടെ ഇടയിൽ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഓരോ വചനവും ദൈവത്തിൻ്റെ മഹാശക്തി വെളിപ്പെടുത്താൻ തക്കവിധം പ്രാപ്തമാണെന്ന്, പ്രാപ്തിയുള്ളതാണെന്ന് ദൈവം വളരെ ബോധ്യം തന്ന ഒരു ശുശ്രൂഷയാണ് ഈ അഭിഷേകാഗ്നി വചന ശുശ്രൂഷ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ ഒരുപാട് ബോധ്യങ്ങളെ ദൈവം പകർന്നുന്ന ശുശ്രൂഷയാണ്. നിങ്ങളുടെ ജീവിതങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ദൈവരാജ്യത്തിൻ്റെ സ്വർഗീയമായ ചില ബോധ്യങ്ങളാൽ നിങ്ങളെ ബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴെല്ലാം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ കർത്താവെ, ഈ അട്ടപ്പാടി, ഈ മലമുകളിൽ ഇങ്ങനെയൊക്കെ പറയുമ്പം ഇത് ആളുകൾ സ്വീകരിക്കുമോ? ഇതിനൊക്കെ റിസൾട്ടൊക്കെ എങ്ങനെയായിരിക്കും ഇത്? അപ്പോൾ കർത്താവ് വളരെ ശക്തമായി പറഞ്ഞു തന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചിലപ്പോഴങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വേറെ എന്തെങ്കിലുമൊക്കെ ചില പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് അതൊക്കെ ചെയ്യാം. പുതിയ ടെക്നോളജി എന്തെങ്കിലുമൊക്കെ ചില ടെക്നിക്കുകൾ കാണിച്ച് ചില ഇങ്ങനെയൊക്കെ പോപ്പ് ചെയ്ത് വരണുള്ള ചില സംഗതികളെ കാണിച്ച്, ഇപ്പോൾ അത് നിങ്ങൾക്കറിയാലോ, മൊബൈലിൽ പല പരിപാടികളുണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ ചില പരിപാടികളൊക്കെ കാണിച്ചിട്ട് ഒന്ന് ഇതിനൊന്ന് ഒരു റിഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു അഭിഷേകത്തിൻ്റെ പ്രോഗ്രാമിനെ. അപ്പോഴാണ് പറഞ്ഞത്, ആവശ്യമില്ലാത്ത അങ്ങനത്തെ പരിപാടികളൊന്നും ഇതിനകത്ത് കൊണ്ടുവരണ്ട. എന്നിട്ട് കർത്താവ് പറയാണ്, ഹോസിയ പ്രവചനത്തിൽ 14 അധ്യായത്തിലെ 8, 9 തിരുലിഖിതങ്ങൾ, നിങ്ങളുടെ ടെക്നിക്കുകളോ നിങ്ങളുടെ പുതിയ പോപ്പിംഗ് പരിപാടികളൊന്നും അല്ല ഇവിടുത്തെ കാര്യം. എഫ്രായിം, നിനക്ക് ഈ വക ടെക്നിക്കുകളുമായിട്ട് എന്ത് ബന്ധം? നിനക്ക് വിഗ്രഹങ്ങളുമായി എന്ത് ബന്ധം? നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരള മരം പോലെയാണ് ഞാൻ. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. നിന്റെ ടെക്നിക്കല്ല, നിന്റെ ഏതെങ്കിലും തരുന്ന പുതിയ ടെക്നോളജി, പുതിയ പരിപാടികളല്ല. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ. കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്, നീതിമാന്മാർ അതിലൂടെ ചരിക്കും. കർത്താവിൻ്റെ വഴികൾ അത് നീതിയുള്ളവർക്ക് അത് ഋജുവാണ്, സിമ്പിളാണ്. കർത്താവിൻ്റെ വചനം എടുക്കുക, ആ വചനം പ്രഘോഷിക്കുക. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഇത് യെശയ്യ സങ്കീർത്തന പുസ്തകത്തിൽ 77:14 പോലെയാണ്. കർത്താവെ, അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തുന്ന അങ്ങ് തന്നെ. ഹോസിയ 14 അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ. ഞാനാണ് നിനക്ക് ഫലം തരുന്നത്. ഈ 2 കരങ്ങൾ ഒരു സമയത്ത് ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ഇതാ ഞാൻ സമ്പൂർണ്ണമായും അങ്ങയുടെ അത്ഭുത ശക്തിയുടെ മുമ്പിൽ എളിമപ്പെടുകയാണ്. അവിടുത്തെ മഹാശക്തിയെ ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ ബലത്തെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. അങ്ങയുടെ കർത്താവിൻ്റെ അത്ഭുത ബലത്തെ മക്കളെ ധ്യാനിക്കുവിൻ. മക്കളെ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ അത്ഭുത ബലത്തെ നിങ്ങൾ ധ്യാനിക്കുവിൻ. 1000-ാമത്തെ അഭിഷേകാഗ്നി 1000-ാമത്തെ എപ്പിസോഡിൽ വീണ്ടും കർത്താവിൻ്റെ ആത്മാവ് ഉദ്ഘോഷിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത ബലത്തെ നിങ്ങൾ അറിയുവിൻ. ദൈവത്തിൻ്റെ അത്ഭുത ബലത്തെ നിങ്ങൾ ധ്യാനിക്കുവിൻ. കൈകൾ ഉയർത്തി വെച്ചതിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. കർത്താവേ, ഈ സമയം അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഈ സമയം അന്ധകാരങ്ങൾ നീങ്ങട്ടെ. ഈ സമയം ആധിപത്യങ്ങൾ തകരട്ടെ. ഈ സമയം ദുഷ്പ്രഭുത്വങ്ങൾ അമർന്നു പോകട്ടെ, ഛിന്ന ഭിന്നമാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ആവസിക്കട്ടെ. ഓ കൃപയുടെ ആത്മാവേ, ഇപ്പോൾ ശക്തമായി ഇറങ്ങണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. കർത്താവേ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. നിറച്ചിടണേ, യേശുവേ, യേശുവേ, നിറച്ചിടണേ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ ദൈവമേ, mighty anointing, ആത്മാവാ അത്ഭുത അഭിഷേകം നിറച്ചിടണേ, ഇപ്പോൾ പകരണമേ കർത്താവേ, ഇപ്പോൾ പകരണമേ കർത്താവേ. കൈകൾ ഉയർത്തി. കർത്താവേ, കർത്താവേ, ദൈവമേ, ആബാ പിതാവേ, കർത്താവേ, ഓ heavenly Father, കർത്താവേ, touch me, anoint me. നിന്നാത്മാവാ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറച്ചിടണേ, നിറച്ചിടണേ, നിറച്ചിടണേ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹ ഈ അൾത്താരയിൽ ഇപ്പോൾ സന്നിഹിതനാണ്. ഈ സമയം നമ്മുടെ കർത്താവിന് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം സാധിക്കുന്നവരെല്ലാം മുട്ടുമേൽ നിൽക്കുക. ചിലർക്ക് നിങ്ങളുടെ ഭവനത്തിൽ ശരിക്കും ഇപ്പോൾ ആശീർവാദം നൽകുന്ന ഈ സമയത്ത് കുമ്പിടാൻ സാധിക്കുമെങ്കിൽ കുമ്പിടുക. രോഗികൾ പറ്റുന്നവർ ചെയ്താൽ മതി, ഇല്ലാത്തവർ കസേരയിലോ കട്ടിലോ ഇരിക്കുക. ആരോഗ്യമുള്ളവരും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും മുട്ടുമേൽ നിന്ന് കുമ്പിടുക. ഈ സമയത്ത് വലിയ അഭിഷേകം, വലിയ വെള്ളച്ചാട്ടം പോലെ കർത്താവിൻ്റെ അഭിഷേകം. ഇതാ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു. വലിയ അഭിഷേകങ്ങൾ വെള്ളച്ചാട്ടം പോലെ കർത്താവ് നമ്മുടെ ഭവനങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും പ്രവഹിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഈ സമയത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സമുദ്രം ജലത്താലതുപോലെ അങ്ങയുടെ അത്ഭുതങ്ങളുടെ അഭിഷേകം വെള്ളച്ചാട്ടം പോലെ ഞങ്ങളുടെ മക്കളുടെ മേലും കുടുംബത്തിന്റെ മേലും വ്യാപരിക്കട്ടെ ശക്തിയോടെ. ഓ ഹെവൻലി പവർ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. വലിയ ആഗ്രഹത്തോടെ കർത്താവേ,